കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റ് വീക്ക്ലി ബേസിസിൽ 4% ഇടിയുകയും മാർക്കറ്റിൻ്റെ ട്രെൻഡ് ബിയറിഷ് സൈഡിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. മാർക്കറ്റ് ഇടിയുമ്പോഴും പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്നതും സിഗ്നിഫിക്കൻ്റ് അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉള്ളതുമായ 2 സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ് ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ് 1% ഇടിഞ്ഞ് പുതിയ അല്ലെങ്കിൽ ഫ്രഷ് 52 വീക്ക് ലോ ക്രിയേറ്റ് ചെയ്തു. 882 സ്റ്റോക്കിൻ്റെ 52 വീക്ക് ലോ. 88,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 75.08. FMCG സെക്ടറിലെ ഒട്ടുമിക്ക കമ്പനികളും അണ്ടർ പെർഫോം ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ലോയിൽ ലഭ്യമാണ്. റീസെൻ്റ്ലി കമ്പനിയുടെ ഡയറക്ടർ ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റിൻ്റെ 4000 ഷെയറുകൾ 909 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിസംബർ 18 അക്വയർ ചെയ്തിരുന്നു. ഏകദേശം 36 ലക്ഷം രൂപയുടെ ബൈയിങ് ആണ് കമ്പനിയുടെ ഡയറക്ടർ ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ് എന്ന കമ്പനിയിൽ നടത്തിയത്. റീസെൻ്റ്ലി സ്റ്റാർബക്സ് ഇന്ത്യയിൽ അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന രീതിയിൽ ചില അപ്ഡേറ്റുകളും പുറത്തു വന്നിരുന്നു. ഈ അപ്ഡേറ്റുകളെ ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ് എന്ന കമ്പനി നിഷേധിക്കുകയും സ്റ്റാർബക്സ് ഇന്ത്യയിൽ അവരുടെ സ്റ്റോറുകളുടെ എക്സ്പാൻഷൻ പ്ലാനുമായി മുന്നോട്ട് പോവുകയാണെന്ന് എക്സ്ചേഞ്ചിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. 2028 സ്റ്റാർബക്സ് 1000-ലധികം സ്റ്റോറുകൾ ഇന്ത്യയിൽ ഓപ്പൺ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ചും മോളുകളിലും ഷോപ്പിംഗ് കോംപ്ലക്സുകളിലുമുള്ള മാസീവ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റാർബക്സ് അവരുടെ എക്സ്പാൻഷൻ പ്ലാൻ പുറത്തുവിട്ടിരിക്കുന്നത്. കൂടാതെ സ്റ്റാർബക്സിൻ്റെ സെയിൽസിലും ഇയർ ഓൺ ഇയറിൽ 12% വർധനവുണ്ടായി. സെയിൽസിൽ വർധനവുണ്ടായിട്ടും കമ്പനി ഇപ്പോഴും ലോസിലാണ് തുടരുന്നത്. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഫുഡ് ആൻഡ് ബിവറേജ് ബിസിനസ്സിനെ കേറ്റർ ചെയ്യുന്നു. കമ്പനിക്ക് ഇൻ്റർനാഷണലി പ്രസൻസ് ഉണ്ട്. ROE 8%, ROCE 10%-അടുത്തും. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ സെയിൽസ് 3741 കോടിയിൽ നിന്നും 4216 കോടിയിലേക്ക് കമ്പനി ഉയർത്തിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 338 കോടിയിൽ നിന്നും 367 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിലും 289 കോടിയിൽ നിന്നും 367 കോടിയിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറിലും കമ്പനിക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചു. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 9%, പ്രോഫിറ്റ് ഗ്രോത്ത് 16%, ROE 7%-അടുത്ത്. 19,000 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 3000 കോടി രൂപയുടെ കടബാധ്യതയാണുള്ളത്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോയും ഫേവറബിളാണ്. കഴിഞ്ഞ കുറച്ച് ക്വാർട്ടറുകളായി പ്രൊമോട്ടേഴ്സ് ചെറിയ രീതിയിലെങ്കിലും കമ്പനിയിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്നുണ്ട്. ജൂൺ-സെപ്റ്റംബർ ക്വാർട്ടറുകൾ നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ 33.5 നിന്നും 33.84% പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തി. FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 24.12 നിന്നും 24.3 DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 18.6 നിന്നും 18.7 ഉയർന്നിട്ടുണ്ട്. ഇവിടെ പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 23.6 നിന്നും 23% കുറഞ്ഞു. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം 850 എന്ന റേഞ്ച് ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. 850 എന്ന സപ്പോർട്ട് കൂടി നഷ്ടപ്പെടുകയാണെങ്കിൽ സ്റ്റോക്ക് 825, 800 തുടങ്ങിയ ലെവലുകളിലേക്ക് എത്തിയേക്കാം. FMCG സെക്ടറിൽ പ്രത്യേകിച്ചും ഹൈ ഗ്രോത്ത് കാറ്റഗറിയിൽ ഉൾപ്പെട്ടതും അതുപോലെ തന്നെ അഗ്രസീവ് എക്സ്പാൻഷനിൽ വിശ്വസിക്കുന്നതുമായ ഒരു FMCG കമ്പനിയിൽ പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന സ്റ്റോക്കിൽ സ്റ്റാഗേർഡ് മാനറിൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. രണ്ടാമത്തെ അപ്സൈഡ് പൊട്ടൻഷ്യലുള്ള മറ്റൊരു സ്റ്റോക്ക് ഫെയർകം ഓർഗാനിക്സ് ലിമിറ്റഡ് ആണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഫെയർകം 4.76% ഉയർന്ന് 1215-അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 1583, 52 വീക്ക് ലോ 774. 1600 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി പ്രധാനമായും ഓലിയോ കെമിക്കൽസ് മാനുഫാക്ചർ ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ROE 14%, ROCE 19%-അടുത്തുമാണ്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും കമ്പനിയുടെ സെയിൽസ് ഇടിഞ്ഞിരുന്നു. 152 കോടിയിൽ നിന്ന് 138 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിലും 164 കോടിയിൽ നിന്ന് 138 കോടിയിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറിലുമാണ് സെയിൽസ് ഇടിഞ്ഞത്. നെറ്റ് പ്രോഫിറ്റും 10 കോടിയിൽ നിന്നും 4 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞു. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 16%, പ്രോഫിറ്റ് ഗ്രോത്ത് -2%, ROE 21%-അടുത്ത്. 285 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 44 കോടി രൂപയുടെ കടബാധ്യതയുമുണ്ട്. ഫെയർകം എന്ന കമ്പനിയിലും പ്രൊമോട്ടേഴ്സ് ഗ്രാജ്വലി അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്നുണ്ട്. FISന് 6.36%, DISന് 5.16%, പബ്ലിക്കിന് 29%-അടുത്തും സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. ഡിസംബർ മാസത്തിൽ 3 പ്രാവശ്യമാണ് പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയത്. ഡിസംബർ 10, 18, 19 തീയതികളിൽ ഇൻസൈഡർ ട്രേഡിംഗ് വഴി കമ്പനിയിൽ പ്രൊമോട്ടേഴ്സ് ഏകദേശം 2.27 കോടി രൂപയ്ക്ക് തുല്യമായ ഷെയറുകൾ അക്വയർ ചെയ്തു.
ഫെയർകം എന്ന സ്റ്റോക്കിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഒരു ഫ്രഷ് ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1000 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. മുമ്പും 1000 എന്ന സപ്പോർട്ടിനടുത്തേക്ക് സ്റ്റോക്ക് എത്തിയപ്പോൾ അവിടെ നിന്നും ഫ്രഷ് ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. ഇവിടെ 1500 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്, 1500-ന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 2000, 2200 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം.